ഹലോ, വെൽക്കം ടു സാറാ ബൈ നിമ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒത്തിരി നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. ഇനി എന്നും നമ്മുടെ ചാനലിൽ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളൊരു ഫുൾ ഫ്രീ ആരി വർക്ക് കോഴ്സാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആരി വർക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോസ് എല്ലാം കാണണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഇല്ലെങ്കിൽ സാറാ ബൈ നിമ്മി എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്ലൈ തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പൊന്നും തുടങ്ങിയിട്ടില്ല. തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുമോ അത്രത്തോളം നല്ലപോലെ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ് മെറ്റീരിയൽ നോളജ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഒന്നാമത്തേത് ആരി സ്റ്റാൻഡാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള സ്റ്റാൻഡ്. ഇത് ഫിറ്റിങ്സ് എല്ലാം ഉൾപ്പെട്ടുള്ളൊരു സ്റ്റാൻഡാണ്. നമുക്ക് വേറെ ഫിറ്റിങ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തന്നെ എല്ലാം ഉണ്ട്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രൂവും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ടൈറ്റ് ചെയ്തും ലൂസ് ചെയ്തും വെക്കാൻ പറ്റും. നമ്മുടെ ഷോപ്പിലൊക്കെ ഒത്തിരി അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇപ്പം പ്രോഡക്റ്റ് ഒന്നും സെല്ല് ചെയ്യുന്നില്ല. സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, പറ്റുവാണെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിലൊക്കെ കിട്ടുക, അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് നോക്കി മേടിക്കുക. അപ്പോൾ സ്റ്റാൻഡൊക്കെ ഒറ്റത്തവണത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അതുകൊണ്ട് നല്ലത് നോക്കി തന്നെ മേടിക്കുക. അടുത്തത് 18 ഇഞ്ചിൻ്റെ ആരി ഫ്രെയിമാണ്. അപ്പോൾ ഇതാണ് ഫ്രെയിമിൽ 2 റിങ്ങാണ് വരുന്നത്. ഒന്ന് സ്ക്രൂ ഉള്ള റിങ്ങും സ്ക്രൂ ഇല്ലാത്ത റിങ്ങും. അപ്പോൾ ഈ സ്ക്രൂ യൂസ് ചെയ്ത് നമുക്ക് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും ഒക്കെ പറ്റും. ആരി വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും സ്ക്രൂ നല്ല ടൈറ്റ് ആയിട്ടുണ്ടോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. എങ്കിലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആരി വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇതുപോലത്തെ ഒരു 18 ഇഞ്ചിൻ്റെ ആരി വർക്ക് ഫ്രെയിം എന്തായാലും മേടിക്കുക. അപ്പോൾ ഈ റിങ്ങിൽ ഞാൻ ചുറ്റി വെച്ചേക്കുന്നത് പാവാട നാടയാണ്. അപ്പോൾ ഈ പാവാട നാട എങ്ങനെയാണ് ചുറ്റേണ്ടതെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോ പറയാം. ഓക്കെ, അടുത്ത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു 9 ഇഞ്ചിൻ്റെ ഫ്രെയിമും 5 ഇഞ്ചിൻ്റെ ഫ്രെയിമും നിങ്ങൾ മേടിച്ച് വെക്കുക. ഓപ്ഷണലാണ്, പറ്റുവാണെങ്കിൽ മതി. കാരണം നമ്മൾ വിട്ടുപോയ സ്ഥലത്തൊക്കെ ജസ്റ്റ് നമുക്ക് ആരി വർക്ക് ചെയ്യുവാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. പറ്റുവാണെങ്കിൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത് പാവാട നാടയാണ്. നമ്മൾ ഫ്രെയിം മേടിക്കത്തില്ലേ, ആ ഷോപ്പിൽ തന്നെ നമ്മൾ ചോദിച്ചാൽ മതി. മറ്റ് സ്ഥലത്ത് കാണുമോയെന്ന് എനിക്കറിയത്തില്ല. ഇതുപോലെ ഇച്ചിരി വീതി ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചുറ്റുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അടുത്ത ക്ലോത്താണ്. നമ്മൾ പ്ലോപ്പിൻ ക്ലോത്ത് മേടിച്ച് കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആയിരിക്കും. അതിനൊരു 90 രൂപയൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ മുണ്ട്, സോഫ്റ്റ് കോട്ടൺ തുണിയൊക്കെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾ യൂസ് ചെയ്യുക. അടുത്തത് ഇതുപോലത്തെ ഒരു മുട്ടുസൂചി സെറ്റ് നിങ്ങൾ മേടിച്ച് വെക്കുക. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ക്ലോത്ത് ഡിസ്റ്റർബ് ആകാതിരിക്കാൻ വേണ്ടി പിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത് നമുക്ക് നീഡിൽസ് പരിചയപ്പെടാം. അപ്പം ബ്രാൻഡുള്ള നീഡിൽസും ഉണ്ട്, ബ്രാൻഡ് ഇല്ലാത്ത നീഡിൽസും ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ ചിലതിൽ 2 എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ തുലിപ്പ് നീഡിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് തുലിപ്പ് നീഡിലിൻ്റെ 14 നമ്പറാണ്. അപ്പോൾ ഈ നീഡിൽ യൂസ് ചെയ്യാറുള്ളത് ത്രെഡ് വർക്കിന് വേണ്ടിയിട്ടാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ത്രെഡ് വർക്കിന് വേണ്ടിയിട്ട്, എല്ലാ ത്രെഡ് വർക്കിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഈ തുലിപ്പ് നീഡിലിൻ്റെ 14 നമ്പർ നീഡിലാണ്. അടുത്തത് തുലിപ്പ് നീഡിലിൻ്റെ 23 നമ്പർ നീഡിലാണ്. ഇത് നമ്മൾ ബീഡ് വർക്കിന് വേണ്ടിയാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല. കാരണം ഇതിൽ നമ്മൾ ഒരു ടൈമിൽ ഒരു 2-3 ബീഡ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അടുത്തത് തുലിപ്പ് നീഡിലിൻ്റെ 24 നമ്പർ നീഡിലാണ്. ഇത് നമ്മൾ സർദോസി വർക്കിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഞാനിത് യൂസ് ചെയ്യാറില്ല. ഇതിൽ നിന്ന് നിങ്ങൾ 14 നമ്പർ നീഡിൽ മാത്രം വാങ്ങിയാൽ മതിയാവും. ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് ഞാൻ ബീഡ് വർക്കിന് വേണ്ടി യൂസ് ചെയ്യാറുള്ളത് ലോക്കൽ നീഡിൻ്റെ നീഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇതിൽ ഓൺ ടൈമിൽ ഒത്തിരി ബീഡ് നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാനും പറ്റും. ഇതെന്തായാലും നിങ്ങൾ മേടിക്കുക. അടുത്ത ലോക്കൽ നീഡിലിൻ്റെ സാധാരണ നമ്മൾ ത്രെഡ് വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു നീഡിലാണ്. ഇത് ഞാൻ മേടിച്ചതാണ്, പക്ഷേ ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ നീഡിൽസൊക്കെ യൂസ് ചെയ്യണം, നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഒന്ന് മേടിച്ചിട്ട് നിങ്ങളത് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുള്ളത് ബീഡ് വർക്കിന് വേണ്ടി ലോക്കൽ നീഡിലും പിന്നെ ത്രെഡ് വർക്കിന് വേണ്ടി തുലിപ്പ് നീഡിലുമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അടുത്ത ഈ നീഡിൽ സർദോസിക്ക് വേണ്ടി യൂസ് ചെയ്യാറുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്ത് നോക്കാം. ഞാൻ സർദോസിക്ക് വേണ്ടി യൂസ് ചെയ്യാറുള്ളത് നമ്മുടെ സാധാരണ കൈസൂചിയിൽ അതുപോലത്തെ ഒരു നീഡിലാണ്. അപ്പോൾ അത് നമ്മൾ ഷോപ്പിൽ ചോദിച്ചാൽ മതി. സർദോസിയുടെ നീഡിൽ വേണമെന്ന് ചോദിച്ചാൽ മതി, അവർ നമുക്ക് തരും. അതുപോയിട്ട് എക്സ്ട്രാ ആയിട്ട് നമ്മുടെ സാധാരണ കൈസൂചി നമ്മൾ എന്തായാലും മേടിച്ച് വെക്കുക. കാരണം നമുക്ക് വിട്ടുപോയ ഭാഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് തുണി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് കട്ടറാണ്. ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് മേടിക്കുക. ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ മെഷീൻ ത്രെഡിലാണ്. അപ്പോൾ അത് നിങ്ങൾ ഒരു ഡാർക്ക് കളർ നോക്കി തന്നെ മേടിക്കുക. ഓക്കെ, അടുത്തത് നമുക്ക് സിൽക്ക് ത്രെഡാണ്. സിൽക്ക് ത്രെഡ് ഡബിൾ ലെയർ ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ നോർമൽ ത്രെഡ് തീർന്നിട്ടുള്ളൊരിതില്ലേ, അതിലാണ് ഞാൻ ചുറ്റി വയ്ക്കാറുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് പേപ്പർ മടക്കി വെച്ചിട്ട് അതിൽ നമുക്ക് ചുറ്റാം.
ഇല്ലെങ്കിൽ നമുക്ക് ബോബിൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ബോബിൻ കൂടെ മേടിക്കുക. അടുത്തത് സരി ത്രെഡാണ്. അപ്പോൾ സരി ത്രെഡ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് ഗോൾഡൻ കളറാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഗോൾഡൻ കളർ മേടിക്കുക, ഉറപ്പായിട്ട് മേടിക്കണം. പിന്നെ നിങ്ങൾക്ക് മറ്റൊരു വേറെ കളർ വേണമെങ്കിൽ അതൊന്നും മേടിച്ച് വെക്കുക. പിന്നെ നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡ് ഇത് ഓപ്ഷനിലാണ്, പറ്റുവാണെങ്കിൽ നിങ്ങൾ മേടിക്കുക. അടുത്ത് പിന്നെ ഇത് പൈപ്പിൻ ത്രെഡാണ്. പൈപ്പിൻ ത്രെഡ് മീറ്റർ കണക്കിനും കിട്ടും, അല്ലാതെ ഇതുപോലൊരു ബണ്ടിലായിട്ടും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത് എന്തായാലും ഇതൊന്ന് മേടിച്ച് വെക്കുക. അടുത്തത് സീക്വൻസ് ആണ്. അപ്പോൾ സീക്വൻസ് നമുക്ക് 2 തരത്തിലുള്ള സീക്വൻസ് ആണ് മേടിക്കേണ്ടത്. ഒന്ന് ഇതാണ്ട് ഫ്ലൈറ്റ് ആയിട്ടുള്ള സീക്വൻസും പിന്നെ നമ്മുടെ ഈ ഫ്ലവർ പോലെ ഇരിപ്പില്ലേ അതുപോലത്തെ ഒരു സീക്വൻസ് ആണ് മേടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു 2 പാക്കറ്റ് മേടിച്ചാൽ മതിയാവും. അടുത്തത് 2 ബീഡ്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ഒരു പാക്കറ്റ് മേടിക്കുക. അടുത്തത് മിററാണ്. മിറർ സർക്കിളും റൗണ്ട് ഷേപ്പും ഒക്കെ ഉണ്ട്, അതുപോലെ പല വലുപ്പത്തിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ സർക്കിളും റൗണ്ട് ഷേപ്പിലുള്ള 2 പാക്കറ്റ് മിറർ മേടിക്കുക. ഓക്കെ, അടുത്തത് ജാക്കരിയാണ്. ജാക്കരി നമുക്ക് നല്ല ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. എന്തായാലും നിങ്ങൾ ജാക്കരിയും അതിൻ്റെ കൂടെ നമുക്ക് ജർക്കൺ സ്റ്റോൺസും ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് ജർക്കൺ സ്റ്റോൺസ്. അപ്പോൾ ഈ ജർക്കൺ സ്റ്റോൺസിൽ നിന്നും ഈ ജാക്കരിയിൽ നിന്നും ഒരു പാക്കറ്റ് നിങ്ങൾ എന്തായാലും മേടിച്ച് വെക്കുക. അടുത്തത് കുന്തൻ സ്റ്റോൺസ് ആണ്. കുന്തൻ സ്റ്റോൺസും പല ഷേപ്പിലും പല കളറിലും പല വലുപ്പത്തിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാക്കറ്റ് മേടിച്ചാൽ മതിയാവും. ഇത് ബീഡ്സൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാനും നമുക്ക് ഇപ്പോൾ ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. പറ്റുവാണെങ്കിൽ ഇത് നിങ്ങളൊന്ന് മേടിക്കുക. ഒരു 20-30 രൂപയ്ക്കകത്തേ ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് ഷുഗർ ബീഡാണ്. അപ്പോൾ ഇതാണ് ഷുഗർ ബീഡ്. ഷുഗർ ബീഡ് A-Star എന്നൊരു ബ്രാൻഡുണ്ട്. അപ്പോൾ അത് വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്, പെട്ടെന്ന് ചീത്തയായി പോകത്തൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഷുഗർ ബീഡ് മേടിക്കുക. അടുത്ത ആൻറ്റിക് ബീഡാണ്. ഇതാണ് ആൻറ്റിക് ബീഡ്. ഇത് പല വലിപ്പത്തിലുണ്ട്, 5 mm, 4 mm, 3 mm. അപ്പോൾ ഇതുപോലെ പല വലിപ്പത്തിലുള്ള ഒരു 3 പാക്കറ്റ് നിങ്ങൾ മേടിക്കുക. ഓക്കെ, ഇത് റൈറ്റ്സ് ബീഡാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പാക്കറ്റും നമ്മുടെ NBD നിന്ന് ഒരു പാക്കറ്റും ഒരു പാക്കറ്റും കൂടെ മേടിച്ച് വെക്കുക. 10 രൂപയൊക്കെ ആവത്തുള്ളൂ. ഇത് പെറൽ ബീഡാണ്. അപ്പോൾ ഇതിലും പല സൈസിലുണ്ട്. അപ്പോൾ എല്ലാ സൈസിൽ നിന്നും നിങ്ങൾ ഒരു പാക്കറ്റ് ഇത് മേടിക്കുക. അടുത്തത് ടേബിളറ്റ് ബീഡാണ്. ഇതാണ് നമ്മൾ ഹാങ്ങിങ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ബീഡ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും മേടിക്കുക. ഓക്കെ, അടുത്തത് സർദോസിയാണ്. സർദോസി പല കളറിലും പല ടൈപ്പിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ടൈപ്പ് സർദോസി നിങ്ങൾ മേടിച്ച് വെക്കുക. നമുക്ക് സർദോസി വർക്ക് ചെയ്യണം. സർദോസി വർക്കാണ് ഇച്ചിരി ടഫായിട്ട് നമുക്ക് തോന്നുന്ന ഒരു വർക്ക്. അപ്പോൾ അത് നമുക്ക് പഠിക്കാം. അടുത്തത് ചെയിൻ സ്റ്റോൺ ആണ്. ബ്ലൗസിൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും യൂസ് ചെയ്യാറുള്ളതാണ് ചെയിൻ സ്റ്റോൺ. എന്തായാലും മേടിക്കുക. അടുത്തത് സ്റ്റോൺസ് ആണ്. ഇപ്പോൾ സ്റ്റോൺസ് തിലകൻ ഷേപ്പിലും റൗണ്ട് ഷേപ്പിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ തിലകൻ ഷേപ്പിലുള്ള ഒരു പാക്കറ്റും റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാക്കറ്റും മേടിക്കുക. എന്നിട്ട് ഇതുപോലത്തെ വലിയ സ്റ്റോൺസ് പാക്കറ്റും കൂടെ മേടിക്കുക. അടുത്തത് കട്ട് ബീഡ്സ് ആണ്. അപ്പോൾ കട്ട് ബീഡ്സ് എന്തായാലും നിങ്ങൾ മേടിക്കണം. അടുത്ത് നമ്മുടെ ചോക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളൊന്ന് മേടിക്കുക. പിന്നെ ഒരു സ്കെച്ച് പേനയും കൂടെ കരുതിയിരിക്കുക. ഇത് ട്രേസിങ് ഷീറ്റാണ്. അപ്പോൾ A3 സൈസിലുള്ള ട്രേസിങ് ഷീറ്റ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ഡിസൈൻസൊക്കെ നമ്മൾ പകർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് ബട്ടർ പേപ്പറാണ്. അപ്പോൾ ബട്ടർ പേപ്പറിൽ നിന്ന് 1-2 ഷീറ്റ് നിങ്ങൾ മേടിച്ച് വെക്കുക. കുഞ്ഞു ഡിസൈനൊക്കെ നമുക്ക് പകർത്താൻ സഹായിക്കും. അടുത്തത് കാർബൺ പേപ്പറാണ്. അപ്പോൾ യെല്ലോ കാർബൺ പേപ്പറും ഉണ്ട്, വൈറ്റ് കാർബൺ പേപ്പറും ഉണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത് യെല്ലോ കാർബൺ പേപ്പറാണ്. അപ്പോൾ അതിന് നിങ്ങൾ ഒന്ന് മേടിച്ചാൽ മതിയാവും. ഓക്കെ, അടുത്തത് ടേപ്പാണ്. അപ്പോൾ ടേപ്പ് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ട്. പിന്നെ ഒരു സ്കെയിൽ നമ്മൾ കരുതിയിരിക്കുക. പിന്നെ നമ്മുടെ ഒരു നോർമൽ പെൻസിലും വേണം. പറ്റുവാണെങ്കിൽ ഒരു സ്കെച്ച് പെയിനും കൂടെ കരുതിയിരിക്കുക. പിന്നെ അടുത്തത് വാട്ടർ മാർക്കിംഗ് പെൻസിലാണ്. അപ്പം ബ്ലാക്ക് കളറും വൈറ്റ് കളറിലും വരുന്നുണ്ട്. പറ്റുവാണെങ്കിൽ അത് 2 നിങ്ങൾ മേടിക്കുക. അടുത്തത് ഗ്ലൂ ആണ്. ഫാബ്രിക് ഗ്ലൂ ഉണ്ട്, B7000 എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലൂ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ മേടിച്ചാൽ മതിയാവും. ഇതെന്തായാലും ഗ്ലൂ മേടിക്കുക. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.